പരിശുദ്ധ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അങ്ങ് വിശ്വസ്തൻ, ഹല്ലേലൂയ. അങ്ങ് വാക്കുമാറാത്തവൻ, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് ദയ കാണിച്ച് കരുണ കാണിച്ചു ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയ അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ ദൈവമേ, ഹല്ലേലൂയ. അങ്ങയുടെ മക്കളെ ഈ പകലിൽ നമ്മുടെ മധ്യേ കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഞങ്ങളുടെ ദാസനെയും കൂട്ടിവരുത്തിയതിനായി സ്തോത്രം. ശക്തമേറിയ നിലയിൽ ദൂതുകൾ അറിയിപ്പാൻ ദൈവമേ അങ്ങ് അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏതവസ്ഥയിൽ നാം കടന്നു വന്നു എന്നല്ല, ദൈവമേ, ഏതവസ്ഥയുടെ നടുവിലും വെളിപ്പെടുന്ന ഒരു ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ദൈവമേ. പ്രത്യേകിച്ച് വർഷിപ്പ് ടീമിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിന്റെ സാന്നിധ്യം ഒരു നിബന്ധനകളുമില്ലാതെ, ഹല്ലേലൂയ, ഒരു ദൈവമേ മഴ പെയ്തിറങ്ങുന്നത് പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു ദിവസമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം തിരുസാന്നിധ്യം കൂടെ ഇരിക്കും. ദൈവം ഇനി വരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ധന്യനാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലവനായ ദൈവത്തെ ആരാധിക്കാനാണ് നാം ഇന്ന് പകലിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ഈ ലഭിച്ച അസുലഭ നിമിഷത്തെ, അവസരത്തെ വൃഥാവായി കാണാതെ, ദൈവസന്നിധിയിൽ അലസരായിരിക്കാതെ നമുക്ക് ദൈവസന്നിധിയിൽ ഏകാഗ്ര ഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിക്കുന്ന നല്ലൊരു ഗാനം നമുക്ക് ആത്മാവിന്റെ നിറവിൽ പാടി കരങ്ങളെ തട്ടി കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. എന്നും സ്തുതിച്ചിടുവീൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവീൻ യേശുരാജാധിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണൽ ചെയ്തുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണൽ ചെയ്തുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആഘോഷിക്കും സന്തോഷത്താൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി.
സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാനേയുടെ വരവിനായി കണ്ണുകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാനേയുടെ വരവിനായി പാരിൽ കഷ്ടതകളേറുന്നിന തോറുമേ കാന്താവേഗം നീ വന്നിടണേ പാരിൽ കഷ്ടതകളേറുന്നിന തോറുമേ കാന്താവേഗം നീ വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാറോടണച്ചിടുമേ ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ 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 ഈ പാർത്തലത്തിൽ സൃഷ്ടികാർത്തനവൻ എന്റെ ഉള്ളത്തിൽ റോമേ 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 ഹല്ലേലൂയ റോമേ റോമേ glory Jesus glory Jesus ഹല്ലേലൂയ റോമേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ നാം സ്തുതികൾ സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ കർത്താവേ ഒരു പുതിയ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ദൗത്യ നിർവഹണത്തിനായി റെഡിയായി നിൽക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാരെ നോക്കി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇപ്പോ പുറപ്പെടരുത്. ഹല്ലേലൂയ. നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. ശക്തി പ്രാപിച്ചതിന് ശേഷം ദൗത്യ നിർവഹണത്തിനായി നിങ്ങൾ പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സാധാരണപ്പെട്ടവരുടെ ഗണത്തിൽ നാം അകപ്പെട്ടു പോകും. ദൈവസന്നിധിയിൽ നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ സാധാരണക്കാരുടെ മേലില്ലാത്ത ഒരു പ്രത്യേക അഭിഷേകം എൻ്റെ മേൽ പകരണമേ. എന്നെ കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രത്യേക അഭിഷേകം, അന്ത്യകാല അഭിഷേകം എൻ്റെ മേൽ പകരണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഒരുമിച്ച് തട്ടി അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും
കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അത്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അത്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു, ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേൽ ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി
നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ നദിയായി ഒഴുകണമേ അഭിഷേകത്തിന്റെ ശക്തി സാന്നിധ്യത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചലനമില്ലാതെ ചിതറിക്കിടന്ന ആസ്തി കൂമ്പാരം ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സഭ വളരെ ട്രാൻസിഷൻ പീരീഡിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ദൈവവേലയ്ക്ക് ചെറുപ്പത്തിലെ വന്നതാണ്. ആ സമയത്തൊക്കെ സഭയെ നയിപ്പാൻ ആവശ്യമായ ഉയരത്തിൽ നിന്ന് ഒരു ജ്ഞാനം കർത്താവ് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വളരെ കംഫർട്ടബിളാണ്. കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, വന്ന് ആരാധിക്കാൻ ഒരു സ്ഥലമുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, എല്ലാം ഓക്കെയാണ്, എല്ലാ നിലകളിലും. പക്ഷെ അന്ന് ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആരാധിക്കുന്ന സമയത്ത് സഭയെ നയിപ്പാൻ പ്രത്യേക ഒരു ദൈവകൃപയും ജ്ഞാനവും കർത്താവിൻ്റെ ദാസിന് ദൈവം കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ദൈവം മാനിച്ചു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ, പറഞ്ഞതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ വിദേശത്ത് ദൈവം കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് വളരുവാൻ, ശുശ്രൂഷയിൽ വളർന്നു വരുവാൻ, അനേകരെ അനുഗ്രഹിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. എത്ര പേർ ദൈവവചനം കേൾക്കുവാൻ റെഡിയായി ആകാംക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു? പ്രൈസ് ലോർഡ്. ജിതിൻ പാഷനെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. അത് മാത്രം പോരാ, എല്ലാവരും ദൈവവചനം കേൾക്കാൻ റെഡിയായിരിക്കണം. യങ്സ്റ്റേഴ്സ് എല്ലാം ഡയറി ഉണ്ടല്ലോ അല്ലേ? പൗലോസ് ശലോമോൻ പറഞ്ഞ പോലെ ഹൃദയത്തിൻ്റെ പലകയിലൊന്നും ആരും എഴുതണ്ട. എവിടെ എഴുതിയാൽ മതി? ഡയറിയുടെ പേജിൽ എഴുതിയാൽ മതി. അതാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഡയറി മേടിച്ചു തന്നു. ഒരു ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ അങ്ങ് തന്നേ ഉള്ളൂ. പേനയും ഡയറിയും ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. എല്ലാ യങ്സ്റ്റേഴ്സും മെസ്സേജൊക്കെ എഴുതിയെടുക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. വളരെ ബഹുമാനത്തോടും വളരെ ആദരവും കൂടെ ഞാൻ ജിതിൻ പാഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ദൈവനാമത്തിൽ കരങ്ങളെ തട്ടി കർത്താവിൻ്റെ ദാസനെ നമുക്ക് വേദിയിലേക്ക് വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ പരമധികം പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുകയാത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന. ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തിനായി ആരാധനയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ തിരുമുഖത്തേക്ക് നോക്കി തിരുവചനം ധ്യാനിക്കുമ്പോൾ അവിടുത്തെ ആത്മാവ് തന്നെ ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമേ. ശുശ്രൂഷ അടിയനും അങ്ങയുടെ ജനത്തിനും ഒരുപോലെ സ്വർഗം അനുഗ്രഹമാക്കണമേ. അടിയനോടും അങ്ങയുടെ ജനത്തോടും ഒരുപോലെ ദൈവാത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണമേ. കരങ്ങളിലേക്ക് ആമേൻ ദൈവസഭയെ, ദൈവദാസൻ കുടുംബത്തെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ സഭായോഗത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, ദൈവസഭയിലുള്ള ഓരോ കുടുംബങ്ങൾ, ഓരോ വിശ്വാസികൾ, ഓരോ ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പറയണം എന്നൊന്നും എനിക്ക് ഇപ്പോൾ അറിയില്ല. സ്തോത്രം. നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന്, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറഞ്ഞ
എല്ലാ നല്ല വാക്കുകൾക്കായി, അതോടൊപ്പം തന്നെ ദൈവമക്കൾ ഓരോരുത്തരും പറഞ്ഞ നല്ല സാക്ഷ്യങ്ങൾക്കായി, വിശേഷിച്ച് പ്രിയ UK-യിലുള്ള ഞങ്ങളുടെ ലിങ്കൺ ദൈവസഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരനാണ് പ്രിയ പ്രൈസിൻ്റെ പിതാവ്, മാതാവ്, സഹോദരൻ. അവർ പറഞ്ഞ നല്ല വാക്കുകൾ, ഇവിടെയുള്ള ദൈവമക്കൾ ഓരോരുത്തരും പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും, എല്ലാ നിങ്ങളുടെ സ്നേഹത്തിനും പ്രത്യേകിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുകയാണ്. പുകഴുവാനും പ്രശംസിപ്പാനും അവകാശപ്പെടാനും ഒന്നുമില്ല. ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദീർഘനാളുകളുടെ ആഗ്രഹത്തിൻ്റെ ഫലമാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. സ്തോത്രം. കാരണം നിങ്ങൾ ഓരോരുത്തരും സാക്ഷ്യം പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരു വിഷയമാണ് ചർച്ച് ഹാൾ എന്ന് പറയുന്നത്. സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ഗൗതം നഗറിൽ ഫാദർ അഗ്നൽ സ്കൂളിൽ നമ്മൾ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ ഹോള് അവർ പ്രയർ ഇൻഫർമേഷൻ ഒന്നും തരാതെ ആരാധനയ്ക്ക് ഹോള് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നീടൊരു താൽക്കാലികമായിട്ടൊരു ഹോൾ അവർ അറേഞ്ച് ചെയ്ത് മറ്റു ഹോൾ തന്നു. അത് ഭയങ്കര സങ്കടത്തിന് കാരണമായി. അന്ന് കരം കോർത്ത് കണ്ണു നിറഞ്ഞ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ഞാൻ ഓർക്കുന്നു. കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം ആ ഒരു വല്ലാത്ത അവസ്ഥ, നിസ്സഹായ അവസ്ഥ, കാരണം ആരാധിക്കാൻ സ്ഥലമില്ലാതെ ആകുക. അപ്പോൾ തന്നെ അവർ വളരെ നമുക്ക് തന്ന റൂം എന്ന് പറയുന്നത് അത്ര നല്ലൊരു റൂമൊന്നും ആയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർക്കുന്നു. സ്തോത്രം. കർത്താവിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് മാത്രം സകല മഹത്വവും അർപ്പിക്കുന്ന ഇപ്രകാരം ഒരു ക്രമീകരണം സർവശക്തനായ ദൈവം ദൈവസഭയ്ക്ക് ഒരുക്കിയതിനെ ഓർത്ത് അത് കാണാൻ എനിക്കും ആയുസ്സും ആരോഗ്യവും ആ ഒരു അവസരവും കർത്താവ് തന്നതിന് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം ദൈവം തന്നതിന് എല്ലാം നന്ദിയും പറയുന്നു. കർത്താവിന് മാത്രം മഹത്വം അർപ്പിക്കുന്നു. അപ്പോൾ തന്നെ സ്തോത്രം. ഞാൻ നാട്ടിൽ വന്നത് ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിലാണ്. നമ്മുടെ ലിങ്കൺ ചർച്ചിൽ തന്നെയുള്ള സ്തോത്രം ഒരു സഹോദരിയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് നാട്ടിൽ വരാനിടയായത്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ യാത്ര നിങ്ങളെല്ലാവരും കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു യാത്ര ക്രമീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഈ ദൈവസഭയെ ഓർക്കുകയും ഞങ്ങൾ പരസ്പരം, ഞാനും ലിജിയും പരസ്പരം ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയും ചെയ്യും. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്, ഒത്തിരി കാരണങ്ങൾ. ഇവിടെയുള്ള ഓരോരുത്തരും ഞങ്ങളുടെ സംസാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മാറി 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 മാറി. സ്തോത്രം. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പ്രാർത്ഥനകളിലും അപ്പം തന്നെ ഞങ്ങളുടെ സംസാരങ്ങളിലൊക്കെ നിങ്ങൾ ഓരോരുത്തരും വരാറുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ഇവിടെ ഇതുവരെ വന്നിട്ടുള്ള ദേവദാസന്മാർ ആർക്കും ഇല്ലാത്ത ഒരു റെക്കോർഡ് എനിക്കുണ്ട്. ഏറ്റവും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഞാൻ ജിംസഭാസ് പ്രായ കണക്കൂട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. സഹോദരം, ഏറ്റവും പ്രായം കുറഞ്ഞ വാസ്റ്ററായിരുന്നു ഞാൻ. എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഈ സഭയുടെ ശുശ്രൂഷ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ അത് വെച്ച് നോക്കിയാൽ എനിക്കൊന്നും അതിലും പ്രായമായി അല്ലേ. 25-ാമത്തെ വയസ്സിൽ ഞാൻ ഈ സഭയുടെ ചുമതല ഏറ്റെടുത്തു. സ്തോത്രം. കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം ദൈവം നിർത്തി. എബി പാസ്റ്റർ പ്രായം കൊണ്ടും പക്വത കൊണ്ടും ശുശ്രൂഷാ പരിചയം കൊണ്ടും എന്നേക്കാൾ വളരെ സീനിയറായ ദേവദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ ദൈവസഭയുടെ ചുമതല എന്നിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ, കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ നിൽക്കാനുള്ള കൃപ തരണേ. അങ്ങനെ കർത്താവ് കൃപയാൽ 6 വർഷത്തിലധികം നിൽക്കാൻ സിസ്റ്റർ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്തോത്രം. എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിലാണ് ജൂൺ മാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. ചില ആഴ്ചകൾ എബി പാസ്റ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ചുമതല ഏറ്റെടുക്കുന്നത്. ജൂലൈ മാസം 31 2017 ഇവിടുന്ന് പോകുന്നത്. അതിനുശേഷം ജെയിംസ് പാസ്റ്റർ വന്നു. പലപ്പോഴും ഒക്കെ ദൈവദാസനും മെസ്സേജൊക്കെ അയക്കാറുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രാവശ്യവും മെസ്സേജ് അയച്ചിരുന്നു. പിന്നീട് ഷിജു പാസ്റ്റർ വന്നു. വളരെ യാദൃശികമായി ഈ വിവാഹത്തിൽ വെച്ചിട്ട് ഷിജു പാസ്റ്ററിനെ ഒന്ന് കാണാനും
ഹായ് പറയാനും അവസരം ലഭിച്ചു. സ്തോത്രം. അതിനുശേഷം ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ് പ്രിയ അജിത് കുമാർ പാസ്നെ പരിചയപ്പെടാൻ ഇടയായിട്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ്. ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ നോക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ദൈവം തന്നല്ലോ. ദൈവദാസനിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളിലൂടെ പറയട്ടെ. സ്തോത്രം. പ്രൈസ് വളരെ സന്തോഷവാനായി അവിടെ ആയിരിക്കുന്നു. നിങ്ങൾ യാത്ര ചെയ്ത് കടന്നു വന്നതിന് പ്രത്യേകം സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഞങ്ങൾക്ക് ദൈവസഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. നിശ്ചയമായിട്ട് കർത്താവ് പ്രൈസിനെ അനുഗ്രഹിക്കും. എന്ത് വിഷയമുണ്ടെങ്കിലും പ്രൈസ് എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഞാൻ പറയുന്ന വീട്ടിലോട്ട് വാന്ന് പറയും. 1 മണിക്കൂർ ദൂരമുണ്ട്. സ്തോത്രം. പ്രൈസ് യാത്ര ചെയ്ത് വരാറുണ്ട്. വീട്ടിലൊക്കെ വരും. ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് സഹായിക്കാറുണ്ട്. വിഷയങ്ങളൊക്കെ പറയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരനാണ്. അവിടെ ഞാനിപ്പോൾ 2 ദൈവസഭകളുടെ ശുശ്രൂഷയിലാണ് ആയിരിക്കുന്നത്. ഒന്ന് ഞാൻ ചെന്ന ചർച്ച്. സ്തോത്രം. 2021 ഞാൻ അവിടെ ചെന്നു. നോട്ടിങ്ങാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് വളരെ ചെറിയ ചർച്ചാണ്. 10-25 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൃപയാൽ ദൈവസഭയെ വളർത്തി. ഏകദേശം ഇപ്പോൾ ഒരുമിച്ച് കൂടി വന്ന 100 പേര് കൂടാനുള്ള ആ നിലയിലേക്ക് കർത്താവ് സഭയെ വളർത്തി. അതിനുശേഷം 2022 കർത്താവ് തന്ന നിയോഗമനുസരിച്ച്, ശക്തമായ ദൈവിക നിയോഗമനുസരിച്ചാണ് പ്രൈസ് കൂടുന്ന, ഇപ്പോൾ വിവാഹം നടന്ന സഹോദരിയൊക്കെ കൂടുന്ന ഒരു ചർച്ച് ലിങ്കൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവിക നിയോഗത്തിൽ ആരംഭിക്കാനിടയായി തീർന്നു. അവിടെയും കർത്താവിൻ്റെ കൃപയാൽ ദൈവം ആത്മാക്കളെ, കുടുംബങ്ങളെ ഒക്കെ തന്ന് കർത്താവ് ഏകദേശം ചില മാസങ്ങൾ ഒരൊറ്റ കുടുംബവുമായി മാത്രം ഏകദേശം 4-5 മാസങ്ങൾ ആരാധന നടത്തി. സ്തോത്രം. പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് സഹായിച്ചങ്ങനെ സഭയെ കർത്താവ് അവിടെയും വളർത്തുന്നു. കർത്താവിൻ്റെ കൃപയാൽ ആ സഭയെ അനുഗ്രഹിക്കപ്പെടും. ആ സഭയുടെ ഭാഗമാണ് പ്രൈസ്. 2 ചർച്ചകളിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ നൽകുന്നു. ഓടാനോ അധ്വാനിപ്പാനുള്ള കൃപ ബലം കർത്താവ് തരുന്നു. എല്ലാറ്റിനായും ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷേ ലിജിയും ഓൺലൈനിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവിടെ രാവിലെ ആയി വരുന്നതേ ഉള്ളൂ. സ്തോത്രം. റജി ബ്രദർ ഒക്കെ ജോയിൻ ചെയ്യുന്നു പറഞ്ഞായിരുന്നു. എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ സ്തോത്രം ഉണ്ടായിരുന്ന പല സഹോദരന്മാരും കുടുംബങ്ങളൊന്നും ഇന്ന് ഇവിടെ ഇല്ല. സ്തോത്രം. എന്നാൽ ചില പുതിയ മുഖങ്ങളെ കാണാൻ കർത്താവ് അവസരം ഒരുക്കുന്നുണ്ട്. ചില പുതിയ മുഖങ്ങളെയൊക്കെ കാണുവാൻ കർത്താവ് അവസരം. പ്രത്യേകിച്ച് ഏഞ്ചലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഏഞ്ചൽ നേരത്തെ വരുന്നുണ്ടായിരുന്നു. ഏഞ്ചലിന് പറഞ്ഞ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരുന്നത്. ഏഞ്ചലിനെ ഓർത്ത്, ഏഞ്ചലിൻ്റെ മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടുന്ന് ഓർത്തു. ഈ പായൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തു. ശിവബ്രദറും സ്തോത്രം നിശ്ചിതം പായൊക്കെ ഇങ്ങനെ കാറിൽ കൊണ്ടുവന്ന് ചുമ്മിക്കൊണ്ട് പാത്രജ്ഞ സ്കൂളിലേക്ക് നടന്നു വരുന്നതൊക്കെ ഞാനിങ്ങനെ ഓർക്കുവാനിടയായിത്തീർന്നു. ആ പ്രിയ പൈതൽ ഏഞ്ചലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. ജോണ്, ഹേബ, സ്തോത്രം. അതോടൊപ്പം തന്നെ സ്റ്റാലിൻ, കെസിയ നാട്ടിൽ പോയെന്ന് പറഞ്ഞു. കെസിയ, പിന്നെ സ്തോത്രം നെഥന്യ, സ്തോത്രം. പിന്നെ സാറയെ ഓർക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാറ. പിന്നെ ഞാൻ ആരെങ്കിലും വിട്ടുപോയോ? സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത്. പിന്നെ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ ജോൺസൺ ബ്രദറിനെ, ജാസ്ലിൻ, റിബാസ്ലിനെയും നെഥന്യെയും ഒക്കെ സ്നാനപ്പെടുത്താൻ കർത്താവിന് കൃപ തന്നു. സ്തോത്രം. ഞാൻ ഇൻട്രൊഡക്ഷൻ ഒത്തിരി നീട്ടുന്നില്ല. ദൈവദാസൻ സമയം 11 മണിക്ക് തരണമെന്ന് ആഗ്രഹിച്ചു. എനിക്കറിയാം, ഞാൻ ചർച്ച് മിനിസ്ട്രിയിലായതുകൊണ്ട് അറിയാം. സ്തോത്രം. പിന്നെ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ വലിയ സഹോദരന്മാർ, അച്ചായന്മാരായിട്ടിരിക്കുന്നവരൊക്കെ വളരെ ചെറിയ ഏകദേശം 10-15 വർഷങ്ങൾ പുറകോട്ട് പോകുമ്പോൾ സ്തോത്രം സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായിരുന്നു. പ്രിയ അഖില് പറഞ്ഞ വാക്കുകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ശരിക്കും എനിക്ക് എന്നോട് കൂടെ വിസിറ്റിങ്ങിനും ഒക്കെ ഞാൻ അഖിലിനെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് സ്തോത്രം സഹോദരിമാരുടെയൊക്കെ അവിടെ പോകുമ്പോൾ അതെ അഖിലിനെ കൂടെ കൂട്ടുമായിരുന്നു. സ്വന്തം ദേവദാസന്മാർ, സഹോദരിമാർ മാത്രം. അന്ന് ഈ 40s ജോലി ചെയ്യുന്ന സഹോദരിമാരൊക്കെ ഒറ്റയ്ക്ക് ശിവ സിസ്റ്ററൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അതുപോലെയുള്ള സഹോദരിമാർ മറ്റു പലരും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അഖിലുമായിട്ടൊക്കെ പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അഖിലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അഖിലിവിടെ നിന്ന് കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. പ്രിയ അഖിലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഒത്തിരി ഒരിക്കലും ആദ്യമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞ സാക്ഷ്യം എനിക്ക് റജി ബ്രദർ അയച്ചു തന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവം കുഞ്ഞെ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ കർത്താവ് നിറവേറ്റട്ടെ. ആരനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിഖിലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പെട്ടെന്ന് മനസ്സിലായില്ല. സ്തോത്രം. താടിയും മീശയൊക്കെ വെച്ച് പിന്നെ നോയല്, ശോഭല്, എല്ലാവർക്കായി ശോഭലിനെ ഓർത്തും ദൈവത്തിന്
ചോബലും ജുവാനും എൻ്റെ മോനും അവർ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. കുഞ്ഞ് അന്ന് ഇല്ലായിരുന്നു. സ്തോത്രം. പ്രിയ സഫനിയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കായി പിന്നെ പുതിയ 2-3 മുഖങ്ങൾ കുഞ്ഞുങ്ങളുടെ കാണുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കർത്താവ്. സഹോദരന്മാർ എന്ന പേര് പറയാൻ സമയമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയത്തിലുണ്ട്. ആമേ. നിങ്ങളെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഒരു വലിയ ദൈവസഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എലിജബറത് പറഞ്ഞ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും ചിരിയും. അപ്പോൾ തന്നെ ഇടയ്ക്ക് സ്തോത്രം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സ്തോത്രം കണ്ണു നിറയുന്ന ചില കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ചിരിച്ചോണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാറ്റിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവദാസന് ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസി പൈതലിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇതെൻ്റെ ആദ്യത്തെ ചർച്ച ആയിരുന്നു. ആദ്യമായിട്ട് ഞാൻ പഞ്ചാബിലായിരുന്നു ശുശ്രൂഷ ആരംഭിച്ചതെങ്കിലും എൻ്റെ ഫസ്റ്റ് ചർച്ച ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് കർത്താവ് എന്നെ ചർച്ച് മിനിസ്ട്രിയും ഒത്തിരി 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 കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു സ്ഥലമാണ്. ദൈവദാസൻ എനിക്കൊന്ന് ഫസ്റ്റ് ചർച്ചയാണ് അല്ലേ. കർത്താവ് ഒരുക്കിയെടുക്കുന്ന ഒരു ട്രെയിനിങ് കോളേജ് കൂടെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളാരും ഒരുക്കരുത് വാസനെ. കർത്താവ് ഒരുക്കിക്കോളും. ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കും. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം കർത്താവിൻ്റെ ദാസനെ ദൈവം ഒരുക്കിയെടുക്കട്ടെ ശുശ്രൂഷയ്ക്കായി. കർത്താവിൻ്റെ ദാസനെ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കണം. ദൈവദാസൻ നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവദാസന്മാരെ നമ്മൾ മാനിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് കീഴടങ്ങിയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. നിശ്ചയമായിട്ടും ദൈവം അതാണ് വെച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ ഭർത്താവിനെ ദൈവം തലയാക്കി വെച്ചിരിക്കുന്നു. സ്വതന്ത്രം. ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കുക. എങ്ങനെ? ക്രിസ്തുവിന് സഭ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് പറയുന്നത്. കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അടിമയെന്നല്ല. ആമേ. സ്തോത്രം. ബഹുമാനം കൊടുത്ത് ഭർത്താവിന് ബഹുമാനം കൊടുത്ത് ഭർത്താവിനെ സ്നേഹത്തോടെ ബഹുമാനിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുക ദൈവിക വ്യവസ്ഥയാണ്. സ്തോത്രം. അതുപോലെ തന്നെ ആമേ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. സകലത്തിന്റെ ഉടയവൻ സർവജ്ഞാനിയായ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. എന്നാൽ 12 വയസ്സിൽ ശേഷം അവിടെ എഴുതിയിരിക്കുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തു സ്തോത്രം തച്ചനായ യോസഫിനും ആമേൻ മറിയയ്ക്കും കീഴ്പ്പെട്ടിരിക്കുന്നെന്ന് എഴുതിയിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ. സർവജ്ഞാനിയായ കർത്താവ് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പോൾ തന്നെ ദൈവസഭ ദൈവദാസന് കീഴ്പ്പെട്ടിരിക്കണം. ദൈവദാസനെ ബഹുമാനിക്കണം. ആമേൻ. ദൈവദാസന് നിങ്ങളൊരു തണുപ്പായി തീരണം. ഒരിക്കലും ഒരു ഭാരത്തിന് വിഷയമായി തീരരുത്. ദൈവദാസനെ നിങ്ങളൊരു തണുപ്പായി തീരുമ്പോൾ സ്വർഗം നിങ്ങളെ അനുഗ്രഹിപ്പാനിട ദൈവിക വ്യവസ്ഥയാണ്. സ്തോത്രം. മാതാപിതാക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ അനുഗ്രഹിക്കപ്പെട്ടവളായി തീരും. സ്തോത്രം. ദൈവസഭ ദൈവദാസന് കീഴടങ്ങിയിരിക്കുമ്പോൾ ദൈവസഭ അനുഗ്രഹിക്കപ്പെടും. ദൈവം മോശയ്ക്ക് തൻ്റെ വഴികളെയും ഇസ്രായേൽ മക്കൾക്ക് തൻ്റെ പ്രവൃത്തികളെയും അറിയിച്ചു, വെളിപ്പെടുത്തി. അപ്പോൾ മോശയ്ക്കാണ് ദൈവം വഴിയെ ആമേ സ്തോത്രം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവസഭയെ എങ്ങനെ മുൻപോട്ട് നയിക്കണമെന്ന് ദൈവം അറിയിച്ചു കൊടുക്കുന്നത് കർത്താവിൻ്റെ ദൈവമാക്കി വെക്കുന്ന അതാത് സമയങ്ങളിൽ ദൈവമാക്കി വെക്കുന്ന ദൈവദാസന്മാർക്കാണ്. അതുകൊണ്ട് ദൈവദാസനോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ ആ ദൈവദാസനെ പ്രാർത്ഥനയോടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ദൈവദാസനെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ വന്നപ്പോൾ ഇങ്ങനെ ഈ പ്രകാരം പറഞ്ഞു. ആമേൻ. ദൈവദാസനെ നിങ്ങൾ ആമേ കരയിപ്പിച്ച് ഞങ്ങളുടെ ചർച്ച പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനെ ദൈവദാസന്റെ കണ്ണുനീര് വീഴാൻ ഇടയായാൽ നിങ്ങൾ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ നിങ്ങളുടെ കണ്ണിൽ 1000 തുള്ളി വീഴുമെന്ന്. ആമേ. ദൈവദാസനെ നിങ്ങൾ ചിരിപ്പിച്ചാൽ സ്തോത്രം ആമേ നിങ്ങൾക്ക് ചിരിക്കാൻ ഇടയാകും. അപ്പോൾ ഒരു ആരാധന കഴിഞ്ഞൊരു വളരെ സ്തോത്രം ഫലിതമൊക്കെ പറയുന്നൊരു ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ പാസ്റ്ററിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്തിനാ? പാസ്റ്ററിനെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. സ്തോത്രം. പിന്നീട് എനിക്ക് കുറെ ചിരിക്കാമല്ലോ. സ്തോത്രം. ഞാൻ പറഞ്ഞത് ദൈവദാസന്മാർക്ക് നിങ്ങളൊരു തണുപ്പും ഒരാശ്വാസവും ആമേ ആയിരിക്കണം. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ശക്തിയോടെ ദൈവം വരും കാലങ്ങളിൽ നിർത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് സ്തോത്രം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവെ, എന്താണ് ഞാനിവിടെ പ്രസംഗിക്കുക, ഏത് വിഷയമാണ് പ്രസംഗിക്കേണ്ടത്? അപ്പോൾ തന്നെ ഞാൻ സ്തോത്രം UK വരുന്നതിന് മുമ്പേ തന്നെ കുറച്ച് പ്രസംഗമൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. സ്തോത്രം. പക്ഷേ കർത്താവ് എനിക്ക് അത് പ്രസംഗിക്കാനുള്ള ഒരു നടത്തിപ്പ് തന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ
കേരളത്തിൽ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത്, ഏത് വിഷയമാണ്, എന്തുവാ പ്രസംഗിക്കേണ്ടത്? അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ചിന്തകളെ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്കും ആ 12-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് കൊടുത്തു. വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പോൾ തന്നെ വീണ്ടും എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരമുണ്ട്. ആമേൻ. റജി ബ്രദർ, ലിബി സിസ്റ്ററൊക്കെ ഇന്ന് തന്നെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് തന്നെ നിങ്ങളുടെ കോട്ടേജ് മീറ്റിംഗ് ക്രമീകരിച്ചു. അതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ദൈവദാസനും ആ നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചല്ലോ, നന്ദി പറയുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ കൊണ്ടുപോയി. സ്തോത്രം. അതിൻ്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ്. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ദൈവസഭയുടെ ഫോർമേഷൻ, ദൈവസഭ എങ്ങനെയാണ് രൂപപ്പെട്ടത്, ദൈവദാസന്മാരെ എങ്ങനെയാണ് ദൈവം, അപ്പോസ്തലന്മാരെ എങ്ങനെയാണ് ദൈവ ശുശ്രൂഷയിൽ ഉപയോഗിച്ചത്, ഈ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. സ്തോത്രം. സുവിശേഷങ്ങൾക്ക് ശേഷം നേരെ ലേഖനങ്ങളായിരുന്നെങ്കിൽ ഈ ലേഖനങ്ങൾ ആർക്കെഴുതി, അവിടെയുള്ള സഭകൾ എങ്ങനെ രൂപീകൃതമായി, ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു വിവരം ഉണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം. The Acts of the Apostles, it acts as a connecting bridge between the gospel and the epistles. ഗോസ്പലിനെയും എപ്പിസിൽസിനെയും, സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാലം പോലെ, സ്തോത്രം, നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പത്രോസിന്റെ ശുശ്രൂഷ, അപ്പോസ്തലനായ യോഹന്നാന്റെ ശുശ്രൂഷ, സ്തേഫാനോസിന്റെയും ഫിലിപ്പോസിന്റെയും ശുശ്രൂഷ, അതിനുശേഷം പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ, ഇത്രയും കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷയാണ് ശ്രദ്ധിക്കണം, പ്രധാനമായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗം അപ്പോസ്തലനായ പത്രോസിനെ കാരാഗ്രഹത്തിലിടുന്നതും അതിനനന്തരമായി സംഭവിക്കുന്നതായ പ്രാർത്ഥനയുടെ അനന്തരഫലമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആ കാലത്ത്, അതായത് ദൈവസഭ വളർന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ആരാ കൈനീട്ടി? ഹെരോദ രാജാവ് കൈനീട്ടി. ഹെരോദ രാജാവിന്റെ കരം സഭയ്ക്ക് വിരോധമായി വരികയാണ്. സഭയിലുള്ള ചിലർക്ക് വിരോധമായിട്ട് ഹെരോദ രാജാവിന്റെ കരം വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യാക്കോബിനെ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടപ്പോൾ പത്രോസിന് നേരെ വന്നു. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഈ ഭാഗം ഞാൻ പല സഭകളിലും പലയിടത്തും ഈ വേദഭാഗം ശുശ്രൂഷിച്ചിട്ട്, എന്നാൽ അപ്പോൾ ലഭിക്കാത്ത ഒരു ചിന്ത, ഒരു ആലോചന ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നു. സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ, സഭയിലുള്ള ചിലതിനെയൊക്കെ ഒടുക്കിക്കളയുവാൻ എന്ന് പറഞ്ഞാൽ ഒടുക്കിക്കളയുന്ന ലിറ്ററലി അല്ല, സ്തോത്രം, ആത്മീകമായ നിലയിൽ ചിലതിനെയൊക്കെ ഒടുക്കിക്കളയുവാൻ, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ഇല്ലാതെയാക്കി കളയുവാൻ കഴിഞ്ഞ നാടുകളിൽ ഒരു പരിധി വരെ പിശാച് ആ നിലകളിൽ വിജയിച്ചിട്ടുള്ളതായിട്ട് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയും കൂടെ ഒരു ചിന്ത പ്രകാശിപ്പിക്കുവാനിടയായി. പിശാച് കഴിഞ്ഞ നാളുകളിൽ ആമേൻ ചിലതിനെയൊക്കെ ആത്മീകമായി ഒടുക്കിക്കളയുവാൻ, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു എന്നാണ് നമ്മൾ വായിച്ചത്. ചിലതിനെയൊക്കെ ആത്മീകമായി ഒടുക്കിക്കളയുവാൻ പിശാചിനൊരു പരിധി വരെ കഴിഞ്ഞു. സ്തോത്രം. പിശാചിനൊരു പരിധി വരെ കഴിഞ്ഞു. അപ്പോൾ തന്നെ പിശാച് മറ്റു ചിലതിനെയും കൂടെ ഒതുക്കിക്കളയുവാനും എന്നേക്കുമായി അവരുടെ ആത്മീക ജീവിതത്തെ ഇല്ലായ്മയാക്കി കളയുവാനും ശക്തിയോടെ പ്രവർത്തിക്കുമ്പോൾ ഈ ദൂതേറ്റെടുക്കണം. ഹല്ലേലൂയ. ഞാൻ എഴുതി വെച്ചൊരു പ്രസംഗമല്ല പറയുന്നത്. ആമേൻ. എഴുതി വെച്ച പ്രസംഗങ്ങൾ ഒത്തിരി ബുക്കിനകത്തിലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം.
ഇവിടേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട്, പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ചില മെസ്സേജൊക്കെ എഴുതി വച്ച് ഒക്കെയാണ് വന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ മെസ്സേജിന് ക്ഷാമമില്ല. പക്ഷേ ഹല്ലേലൂയ, ദൈവം ഇവിടെ പറയാൻ എൻ്റെ ഹൃദയത്തിൽ നൽകിയത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ചിലതിനെയൊക്കെ പിന്നെയും ആത്മീക ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ, ചിലരുടെ സ്പിരിച്വൽ ലൈഫിനെ എന്നേക്കുമായി ഒടുക്കിക്കളയുവാൻ, അവരെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയുവാൻ പിശാച് ശക്തിയോടെ പ്രവർത്തിക്കുകയാണ്. ആമേൻ. അവിടെ യാക്കോബിനെ കൊന്നുകളഞ്ഞു. അത് സംഭവിച്ചു. പത്രോസിനെ ഇപ്പൊ തടവിലുമാക്കി. ഈ നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ സഭ പെട്ടെന്ന് ഉണർന്നു. എങ്ങനെ ഉണർന്നു? പ്രാർത്ഥനയിൽ ഉണർന്നു. ഹല്ലേലൂയ. ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സഭ അലേർട്ടായി. ചില കാര്യങ്ങൾ, ചില മൂവ്മെന്റ്സ് ഒക്കെ നടക്കുമ്പോൾ, ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് സഭ അലേർട്ടാകണം. ചിലരൊക്കെ പുറകോട്ട് നീങ്ങുന്നു എന്ന് തോന്നിയാൽ ദൈവദാസനെ, ദൈവമക്കളെ, പെട്ടെന്ന് അലേർട്ടാവണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് നമുക്ക് പുറമേ ഉള്ള നിലകളിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത പല മേഖലകളുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ വാക്ചാതുര്യം കൊണ്ടുമൊക്കെ നിയന്ത്രിപ്പാൻ കഴിയുന്നതിനൊക്കെ പരിധിയുണ്ടെന്ന്. ദൈവദാസന്മാരായ ഞങ്ങൾക്ക് പരിധിയുണ്ട്. ദൈവമക്കളാകുന്ന നിങ്ങൾക്ക് പരിധിയുണ്ട്. സെക്രട്ടറി ആകട്ടെ, ട്രഷറർ ആകട്ടെ, ഹൂവർ ഇറ്റ് ഈസ്, പരിധിയുണ്ട്. അത് തലമുറയുമായുള്ള ബന്ധത്തിലാണെങ്കിലും, അത് സഭയിലുള്ള മറ്റു വ്യക്തികളുമായുള്ള ബന്ധത്തിലാണെങ്കിലും ഒക്കെ പരിധികളും പരിമിതികളുമുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെയും പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തെ നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ തലമുറകളുടെ വിഷയത്തിലേക്ക്, നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരുടെ വിഷയത്തിലേക്ക്, ദൈവസഭയുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഡിവൈൻ ഇന്റർവെൻഷനെ കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന. അപ്പൊ നമ്മൾ ചോദിക്കും, ദൈവത്തിന് ഇതൊക്കെ അറിയത്തില്ലേ? ദൈവത്തിന് ഇതെല്ലാം അറിയാം. ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ പിന്നെ പാസ്റ്റർ എന്തിനാ പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ദൈവത്തിന് അങ്ങ് ചെയ്താ പോരെ. സ്തോത്രം. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. പിശാച് നീങ്ങിപ്പോകണമെങ്കിൽ, ശിഷ്യന്മാരെ നിങ്ങളുടെ അവിശ്വാസം നീങ്ങിപ്പോകണമെങ്കിൽ, പൈശാചിക മേഖലകൾ പരാജയപ്പെടണമെങ്കിൽ, സ്തോത്രം, ആമേൻ, അത് മാത്രമല്ല നിങ്ങളുടെ അകത്ത് തന്നെയുള്ള അവിശ്വാസം മാറിപ്പോകണമെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയും ഉപവാസം വേണം. പ്രാർത്ഥന ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ ഭാരങ്ങൾ കർത്താവുമായി പങ്കുവെക്കുന്നു. ദൈവിക സമാധാനം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. നമ്മുടെ വിഷയങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം അതിന്മേൽ വേണ്ടതായ ഉചിതമായ നടപടി സ്വീകരിക്കുന്നു. സ്തോത്രം. അപ്പൊ തന്നെ എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം പൂർണ്ണമായില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവം അങ്ങനെയാണ് കാര്യങ്ങളെ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവസഭയെ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത്, ദൈവമക്കളെ ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രാർത്ഥന കൂടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മെസ്സേജിലേക്ക് വീണ്ടും വരികയാ. അപ്പോൾ ചിലതൊക്കെ നമ്മുടെ മുൻപിൽ കാണുമ്പോൾ, ചിലതൊക്കെ പുറമോട്ട് പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ, ചിലതൊക്കെ സംഭവിക്കുന്നു, അത് തലമുറകളുമായുള്ള ബന്ധത്തിലാകട്ടെ, ഹല്ലേലൂയ, സഭയുമായുള്ള ബന്ധത്തിലാകട്ടെ, വ്യക്തികളുമായ ബന്ധത്തിലാകട്ടെ, ചിലതൊക്കെ സംഭവിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി സഭ ഉണരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ആമേൻ. ഇവിടെ പറയുന്നു സഭ ശ്രദ്ധയോടെ, ഹല്ലേലൂയ, അതിന് 5-ാമത്തെ വാക്യം പറയുന്നു സഭ ശ്രദ്ധയോടെ ആമേൻ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. സഭ ശ്രദ്ധയോടെ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധയോടെ നാം പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിക്കണം. എനിക്കറിയത്തില്ല, ദൈവാത്മാവ് പിന്നെയും എന്നോട് എൻ്റെ ഹൃദയത്തിൽ ഇടപെടുന്നു. തലമുറകൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി
ശക്തമായി പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ദൈവം പറഞ്ഞ ദൂത് നിങ്ങളുമായി പങ്കുവെച്ചല്ലോ. ചിലതിനെയൊക്കെ ഒടുക്കി കളയുവാൻ, ചിലതിൻ്റെയൊക്കെ ആത്മീക ജീവിതത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ, ചിലതിനെയൊക്കെ പൂർണ്ണമായി ചർച്ചിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കളയുവാൻ പിശാച് ശക്തിയോടെ നിൽക്കുമ്പോൾ സഭ പ്രാർത്ഥനയിൽ ഉണരട്ടെ, മാതാപിതാക്കൾ പ്രാർത്ഥനയിൽ ഉണരട്ടെ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും സമയങ്ങൾ ചെലവഴിക്കട്ടെ. നമ്മുടെ തലമുറകളെ പിശാചിന് വിട്ടുകൊടുക്കരുത്. നാം പ്രാർത്ഥിച്ച ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കട്ടെ. മുഴങ്കാലിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാകട്ടെ. ചിലതിനെയൊക്കെ സ്വർഗം ആമേ തന്റെ നാമത്തിനു വേണ്ടി വരുന്ന നാളുകളിൽ നിർത്തുവാനിടയാകും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിനെ പോലും മടക്കിക്കൊണ്ടുവരുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും, നിന്റെ കണ്ണുനീരിന് കഴിയും. നഷ്ടപ്പെട്ടു എന്ന് കൈവിട്ടുപോയി, നഷ്ടപ്പെട്ടു, എൻ്റെ പരിധിക്കപ്പുറമായി, എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ല എന്ന് നീ കരുതുന്ന വിഷയത്തെ പോലും മടക്കിക്കൊണ്ടുവരുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും. സ്തോത്രം. ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി പാസ്റ്ററെ, എൻ്റെ പരിധിക്കപ്പുറമായി, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഈ വിഷയത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കരുതുന്ന വിഷയത്തെ പോലും അവൻ മടക്കി പിടിക്കുവാൻ, തിരികെ പിടിക്കുവാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അത് തലമുറയുടെ വിഷയമാകട്ടെ, അത് രോഗത്തിന്റെ വിഷയമാകട്ടെ, അത് നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട, ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല, കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. പ്രാർത്ഥനയുടെ സ്തോത്രം, പ്രാർത്ഥനയുടെ ശക്തി എന്താണ്? സ്തോത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? നമ്മുടെ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ അത് പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കുക, പ്രാർത്ഥനയ്ക്ക് കഴിയാത്തത് ഒന്നുമില്ല. യെസ്, ഹല്ലേലൂയ. ഔട്ട് ഓഫ് കൺട്രോൾ ആയി പോയി പാസ്റ്ററെ, പരിധിക്ക് പുറത്തായി, അവൻ എൻ്റെ കഴിവിന് അപ്പുറം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഈ വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ആ വിഷയത്തിൻ്റെ മേൽ ചെയ്യാനുണ്ട്. അമേ ഹല്ലേലൂയ. മുഴങ്കാലിലിരിക്കുക, കരയുക, പ്രാർത്ഥിക്കുക. സ്വർഗം ആ വിഷയത്തിൻ്റെ മേൽ ഇടപെടും. സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തിന്റെ ഹല്ലേലൂയ നിയന്ത്രണം ഏറ്റെടുക്കും. ദൈവം പ്രവർത്തിക്കും. പത്രോസ് തടവറയിലായി, അവൻ നഷ്ടപ്പെട്ടു. ഇനി ചർച്ചിനൊരു ലീഡർഷിപ്പ് ഇല്ല, ചർച്ചിനെ മുമ്പിൽ നിന്ന് നയിക്കാൻ ഒരാളില്ല. കാരണം ചർച്ചിന്റെ ലീഡർഷിപ്പിൽ മെയിൻ ഒന്നാമത് നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്ന കർത്താവിന്റെ ദാസന ഇപ്പൊ പോയി കിടക്കുന്ന, എവിടെ? കാരാഗൃഹത്തിൽ കിടക്കുന്നേ. എന്ന് പറഞ്ഞാൽ പത്രോസ് യാക്കോബിനെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം പത്രോസിനെയും കൂടെ നിർത്താൻ പോകുകയാ. പത്രോസിനെ നിർത്തുന്നതിന്റെ ഉദ്ദേശം ഹല്ലേലൂയ എക്സിക്യൂട്ട് ചെയ്യുക, തന്നെയും കൂടെ കൊന്നുകളയുക എന്നുള്ളത് ഹെരോദാവിന്റെ പദ്ധതി. ഹല്ലേലൂയ, സ്തോത്രം. തന്നെയും കൂടെ കൊന്നുകളയുക എന്നുള്ള ഹെരോദാവിന്റെ പദ്ധതി നിൽക്കുമ്പോൾ തന്നെ ദൈവസഭ അതിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, പ്രാർത്ഥിക്കാൻ തയ്യാറായി. വിട്ടുകൊടുക്കാൻ ഈസിയാ, പ്രാർത്ഥിച്ച് തിരികെ പിടിക്കാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യെസ്, ഹല്ലേലൂയ. നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളുടെ കഴിവിനും പരിധിക്കും അപ്പുറമായി എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളെ വിട്ടുകളയാനല്ല, തമ്പുരാന്റെ സന്നിധിയിൽ വെച്ച് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൈവസഭയോട് ദൂതറിയിക്കുകയാ. ദൂത് ഏറ്റെടുക്കണം, ആമേൻ പറയണം, റിസീവ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം, പ്രാർത്ഥനാ ജീവിതത്തെ ക്രമീകരിക്കണം, സ്പിരിച്വൽ ലൈഫിനെ ക്രമീകരിക്കണം. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. വിഷയങ്ങളെ കണ്ടിട്ട് സ്തോത്രം എന്താ പറയുന്നേ? ഭയപ്പെട്ട് പുറകോട്ട് പോകാനല്ല, ഭാരപ്പെട്ട് താടിക്ക് കൈയും കൊടുത്ത് നിരാശപ്പെട്ടിരിക്കാനല്ല, ഉണർന്ന് പ്രാർത്ഥിക്കാൻ. സ്തോത്രം. ചിലരൊക്കെ പറയും ഇനി ഒരു സാധ്യതയില്ലെന്നൊക്കെയാ ചിലർ പറയുന്നേ. സ്വർഗം പറയുന്നു നിനക്ക് സാധ്യതയില്ല എന്ന് പറയുന്ന വിഷയത്തിനും സ്വർഗത്തിന് സാധ്യതകളുണ്ട്. ഹല്ലേലൂയ, ആമേൻ. യെസ്, നമുക്ക് കഴിയാത്ത വിഷയങ്ങളെ നിങ്ങളാൽ അസാധ്യമായത് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നാ കർത്താവ് പറഞ്ഞത്. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്നാ ദൈവം ചോദിക്കുന്നത്. ദൈവത്തിന് നമ്മൾ പരിധി കൽപ്പിക്കരുത്, ദൈവത്തിന് നമ്മൾ ലിമിറ്റ് ഇടരുത്, ദൈവത്തിന് നമ്മൾ ലിമിറ്റ് കൽപ്പിക്കരുത്. സ്തോത്രം, സ്തോത്രം. ഡു നോട്ട് ലിമിറ്റ് അവർ ഗോഡ്. ദൈവത്തിന് പരിധികളില്ല, പരിമിതികളില്ല. ദൈവത്തിന് ഏത് നിലയിലും ആമേൻ പ്രവർത്തിപ്പാൻ കഴിയും. അങ്ങനെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്തോത്രം. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. സ്തോത്രം. ഈ വിഷയം ദൈവാത്മാവ് പ്രത്യേകിച്ച് ഞാൻ ഈ യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ എന്നോട് ഇടപെട്ടത്. ആമേ, 2 പടയാളികളുടെ നടുവിൽ ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കിടക്കുകയാണ്. ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ബന്ധിക്കപ്പെട്ടവനായി പത്രോസ് കിടക്കുക. അപ്പൊ തന്നെ പത്രോസ് ഉറങ്ങുകയാണ്. പത്രോസ് ഉറങ്ങുകയാണ്. ബന്ധിക്കപ്പെട്ടവനായി കിടക്കുന്നു, ഉറങ്ങുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബന്ധിക്കപ്പെട്ടവൻ. അപ്പോൾ സഭ എന്ത് ചെയ്യുക? സഭയും പത്രോസ് ഉറങ്ങുന്നു, സഭയും അങ്ങനെയാണോ? ഹല്ലേലൂയ, അല്ല. സഭ പ്രാർത്ഥിക്കുകയാണ്. പത്രോസ് കാരാഗ്രഹത്തിൽ, പത്രോസ് ഓടുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവം വിചാരിച്ചു പത്രോസ് അല്പം വിശ്രമിച്ചോട്ടെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം ഈ വിചാരണയ്ക്ക് നിർത്താൻ പോകും, ഒരുപക്ഷെ തല പോകുമെന്ന് പറയുമ്പോൾ പത്രോസിന് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഹല്ലേലൂയ. നാളെ ഒരു എക്സാം ഉണ്ടെന്ന് കേട്ടാൽ, നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് കേട്ടാൽ ഉറക്കം പോകുന്ന നമ്മൾ തല പോകുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തുമായിരിക്കും? ഹല്ലേലൂയ. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ അവസാന ദിവസമാണ് ആരെങ്കിലും നമ്മളോട് വന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങുമോ? ഹല്ലേലൂയ. പത്രോസിന് ദൈവിക സമാധാനം സ്വർഗം നൽകിക്കൊടുത്തു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം പത്രോസിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിറയപ്പെട്ടത് കൊണ്ടാണ് പത്രോസിന് ഉറങ്ങാൻ പറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് സമാധാനം തരാൻ പറ്റുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് ദിവ്യ സമാധാനം നൽകാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഫിലിപ്പിയ ലേഖനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രൈസ് ദി ലോർഡ്. Do not be anxious about anything. In everything with prayer and supplication. Hallelujah. Amen. Put forward your request to God. ദൈവത്തോട് നിങ്ങളുടെ അപേക്ഷകൾ, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥനകളെ അറിയിക്കുക. Praise the Lord. Amen. In everything with prayer and supplication let your request be made known to God. ദൈവത്തോട് നിങ്ങൾ അത് അറിയിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കുവാനിടയാകും. ഒന്നാമതായി ദൈവം നമുക്ക് സമാധാനം നൽകും. ആമേൻ. രണ്ടാമത് ക്രിസ്തുവിങ്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുവാനിടയാകും. ഹാലേ. മൂന്നാമത് ദൈവിക പ്രവൃത്തി നമുക്ക് കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും ദൈവ കേന്ദ്രീകൃതമാണ്. ഗോഡ് സെന്റേർഡാണ്. സ്തോത്രം. ഒരു ദൈവവൈതലിന്റെ ലൈഫ് അങ്ങനെയാണ്. ഗോഡ് സെന്റേർഡ് ആയിരിക്കണം, ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു കേന്ദ്രീകൃതമായി ദൈവ കേന്ദ്രീകൃതമായിട്ട് ഒരു ജീവിതം നയിക്കണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥന കൂടാതെ ദൈവഹിതത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയില്ലാതെ ദൈവഹിതത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. യെസ്, ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് മുൻപോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. ആമേൻ. പ്രാർത്ഥനാപൂർവം മുൻപോട്ട് പോകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് ജീവിക്കാനും ദൈവഹിതം നമ്മിൽ നിറവേറുവാനും ഇടയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ വർദ്ധിക്കണം. പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് ഇറങ്ങണം.
ചിലർ അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ആ നിലകളിൽ പ്രാർത്ഥിക്കണം. വിട്ടുകൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കണം. തലമുറകളാകട്ടെ, വിഷയങ്ങളാകട്ടെ, രോഗമാകട്ടെ, ഭാരം എന്താണെങ്കിലും ദൈവസന്നിൽ വച്ച് പ്രാർത്ഥിക്കണം. ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങൾ കൃപ നൽകും. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നിങ്ങൾ അറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിപ്പാൻ സഹായിക്കും. ആത്മനിറവോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ഇന്റർവെൻഷൻ, ഇടപെടലുണ്ടാകും. അതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവസഭ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ദൂതനെ ഇറക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗം ദൂതനെ ഇറക്കുകയാണ്. ദൈവം ദൂതനെ ഇറക്കി. ഹല്ലേലൂയ. ദൈവത്തിന് ദൂതൻ വന്നിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി, എന്നിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. പത്രോസേ, ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു. വേക്കപ്പ്. ഹല്ലേലൂയ. ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു. നീ ഉണരണം. സ്തോത്രം. ആമേൻ. ഇനി ഇങ്ങനെ കിടക്കാനുള്ളതല്ല. കഴിഞ്ഞു. കിടക്കാനുള്ള സമയം കഴിഞ്ഞു. ഉണരണം. സ്തോത്രം. ഉണർന്ന് നീ എൻ്റെ കൂടെ വാ. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനോട് പറയുക, നീ ഉണരണം. പത്രോസേ, നീ ഉണരണം. എൻ്റെ പിന്നാലെ വരിക. അവിടെ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? ചങ്ങല അവന്റെ കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ പറഞ്ഞു, അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. അവൻ അങ്ങനെ തന്നെ ചെയ്തു. അവൻ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന്, നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് ദൈവത്തിന് ദൂതൻ പറയുന്നു. പത്രോസ് അതുപോലെ ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് മുമ്പോട്ട് പോകാം. പെട്ടെന്ന് അവസാനിപ്പിക്കും. സമയത്തിൽ തന്നെ നിർത്തുന്ന സ്തോത്രം. ഞാൻ അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ സമയത്തിൻ്റെ പരിധിയിൽ തന്നെ നിർത്തുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉറങ്ങുന്ന ചിലരോട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇരുന്ന് ഉറങ്ങുന്നതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ചർച്ചിൽ ആരെങ്കിലുമൊക്കെ കാണുമോ എന്ന് എനിക്കറിയത്തില്ല. ലിജി ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തു. ഞങ്ങളുടെ ചർച്ചിൽ അവിടെ ഈ ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി ഇങ്ങനെ മാറി ആളുകൾ വരും. അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ പറയാറുണ്ട്, ആരും ഇരുന്ന് ഉറങ്ങില്ല. ഞാൻ ആരെയും കണ്ടിട്ടൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. ആരാധന കഴിയുമ്പോൾ ചില സഹോദരന്മാർ വന്നിട്ട്, സ്തോത്രം പാസ്റ്റർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. പാസ്റ്റർ അത് കണ്ടായിരുന്നല്ലേ? ഞാൻ പറയും, ഞാൻ കണ്ടില്ല, ഇപ്പം മനസ്സിലായി. സ്തോത്രം. അങ്ങനെ വന്ന് കൺഫസ് ചെയ്യാറുണ്ട് ചിലരൊക്കെ. അല്ലെങ്കിൽ റീസെൻ്റ്ലി കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും ഒരാൾ വന്നിട്ട് പറഞ്ഞു, സോറി പാസ്റ്റർ, ഞാൻ ഇച്ചിരി ഉറങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്ന കാര്യമല്ല. പണ്ട് നമ്മൾ തറയിലിരുന്നാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി എനിക്കൊന്ന് ഉറങ്ങാൻ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ? സ്തോത്രം. ആരും ഉറങ്ങരുത്, ഉറങ്ങി സഹായിക്കരുത്. ഇനി ഒരു പ്രസംഗം കൂടെ നിങ്ങൾക്ക് കേൾക്കാനുള്ളതാ. ആമേൻ. അപ്പോൾ പത്രോസ് അവിടെ ഉറങ്ങുക. സ്പിരിച്വൽ ലൈഫിൽ ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണരാൻ ദൈവാത്മാവ് നിങ്ങളോട് പറയും. ഇത് ദൈവിക ദൂത, നിങ്ങളോടുള്ള ദൈവിക ദൂത് തന്നെയാണ്. സ്തോത്രം. പത്രോസിനെ ഉണർത്തിയ അത് ഫിസിക്കലി പുള്ളി ഉറങ്ങുമായിരുന്നു. അതിൽ നിന്ന് മാറി ഞാൻ പറയുക, സ്തോത്രം, നിങ്ങളുടെ ചിലരൊക്കെ ആത്മീയ ജീവിതത്തിൽ ഉറക്കമാന്നേ. സ്പിരിച്വൽ ലൈഫിനകത്തിൽ ഉറക്കം, ഇതിനകത്തിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചൈനീസ് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി എൻകറേജ് ആയി അങ്ങനെ തന്നെ പറയാൻ. കാരണം എന്താണെന്നറിയോ? ചൈനീസ് ഉറങ്ങുന്നതല്ല. ഹല്ലേലൂയ. ചൈനീസ് പറഞ്ഞു, ആമേൻ, വളരെ ശക്തമായിട്ട് ദൈവദാസൻ വചനം പറയുമായിരുന്നു. അപ്പോൾ ആമേൻ എങ്ങനെയായിരുന്നു, കറ തീർന്ന് അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പോൾ ശക്തമായിട്ട് തന്നെ ഞാൻ പറയുവാണ്, ഹല്ലേലൂയ, ഉറങ്ങുന്നവർ ചിലർ ഇതിനകത്തിൽ ഉണ്ട്. സ്പിരിച്വൽ ലൈഫിൽ ഉറക്കമാണ്. ആത്മീക ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ, ഞാൻ വളരെ തമാശ രൂപത്തിൽ കൂടെ പറഞ്ഞെങ്കിൽ പോലും അത് നമ്മളോടുള്ള ദൈവാലോചനയാ. ഉറങ്ങുന്ന സ്പിരിച്വൽ ലൈഫിൽ ഉറങ്ങുന്ന ചിലർ ഇതിനകത്തിൽ ഇരിപ്പുണ്ട്. നിങ്ങളോട് ദൈവാത്മാവ് പറയും, നിങ്ങൾ ഉണർന്നേ മതിയാകൂ. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അപ്പോൾ ചോദിക്കും, ഞങ്ങൾ ഇനി എന്നാ പ്രയോജനപ്പെടണം പാസ്റ്റേ? കുറേ നാളായി വിശ്വാസത്തിലൊക്കെ വന്നിട്ട് കുറേ നാളുകളൊക്കെ ആയി. കുഞ്ഞുങ്ങളോടല്ല കേട്ടോ, സ്തോത്രം, നിങ്ങളല്ല അങ്ങനെ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത്, സ്തോത്രം, എനിക്കിനി ഏജ് ഉണ്ടല്ലോ, കുറേയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റും. കർത്താവിന് വേണ്ടി പ്രയോജനം. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ശക്തമായി നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ. എനിക്ക് എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെയൊക്കെ കർത്താവ് ശക്തമായിട്ട് വരും കാലങ്ങളിൽ കർത്താവിൻ്റെ രാജ്യത്തിനും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാം ശക്തമായി ദൈവം ഉപയോഗിക്കും. വരും കാലങ്ങളിൽ നെക്സ്റ്റ് ജനറേഷനെ കർത്താവ് ഉപയോഗിക്കട്ടെ. അപ്പം തന്നെ ഹല്ലേലൂയ. ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കും, ചെറുക്കെ പ്രായമൊക്കെ ഒരു അതിൽ ഓവർ ഏജ് ആയിട്ടുള്ള ആരും വിടില്ല. മധ്യവയസ്സിനോടൊക്കെ അടുക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇനിയിപ്പോൾ എന്നാ വാസ്റ്റേ ഇതൊക്കെ കഴിഞ്ഞ്. നോ, സ്തോത്രം. നിങ്ങൾ ഉണർന്നേ മതിയാകൂ. ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ ഉണർന്നേ മതിയാകൂ. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണരണം, നിങ്ങൾ ആരാധനയിൽ ഉണരണം, നിങ്ങൾ വചനധ്യാനത്തിൽ ഉണരണം. നിങ്ങൾ ഉണർന്നേ മതിയാകൂ. ഈ 2025 പ്രാരംഭ മാസത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഉണരണം. ഉണർന്നാൽ നിങ്ങളെ ദൈവം ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഉണരാത്തിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ദൈവമായിട്ട് ചൂണ്ടല്ല. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുന്നവരോട് സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആമേൻ. ഉണരണം. ദൈവശബ്ദം കേൾക്കാൻ ഉണരണം. അപ്പൊ ഉണർന്ന് ഞങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടും? സ്തോത്രം. പല നിലകളിൽ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾ ഉണർന്ന് ആത്മാവിൽ ജാഗരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന അനേകരുടെ ചങ്ങലകൾ പൊട്ടുന്നതിന്, അനേക ആത്മാക്കളുടെ വിടുതലിന് നിങ്ങളുടെ പ്രാർത്ഥന കാരണമായി തീരും. നിങ്ങളുടെ ഉപവാസം അനേകരുടെ വിടുതൽ കാരണമായി തീരും. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത് ദൈവിക ദൂതുകളായി മാറും. അനേകരുടെ സമാധാനത്തിനും ആശ്വാസത്തിനും കാരണമായി തീരും. ഇതെല്ലാം ശുശ്രൂഷകളാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ഒരു സ്വപ്നം തന്നു, ഒരു ദൂത് തന്നു, ഒരു വിഷയത്തെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. അത് ദൈവസഭയുമായി നിങ്ങൾ പങ്കുവെക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വിടുതൽ സംഭവിക്കുമ്പോൾ അതൊരു ശുശ്രൂഷയാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ദൈവം ഒരു സ്വപ്നം തന്നു. സ്വപ്നം തരുമെന്ന് വിശ്വാസമുള്ളവരുണ്ടോ? എല്ലാവരും വിശ്വാസമുള്ളവരല്ലേ? ദൈവം ഇന്നും വെളിപ്പാടുകളും ദർശനങ്ങളും സ്വപ്നങ്ങളും പ്രവചന ദൂതുകളും നൽകുന്ന ദൈവം തന്നെയാ. നമ്മൾ ആരും ബ്രദറുകാരല്ല, നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസികളാ. ഇന്നും ദൈവം പ്രവചന ദൂതുകൾ നൽകും, ദൈവം സ്വപ്നങ്ങൾ നൽകും, ദൈവം ദർശനം നൽകും. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകുന്നത് ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ ഉണർന്നാൽ ദൈവദാസനെ ദൈവം ഉപയോഗിക്കും, നിശ്ചയം. ആമേൻ. ദൈവദാസനെ മാത്രമല്ല, ദൈവ മക്കളെയും തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ചിലതൊക്കെ മാനപാത്രങ്ങളായി ഉപയോഗിക്കപ്പെടേണ്ടതാ. എന്നാൽ ഉറക്കം നിമിത്തം, ആത്മീക ജീവിതത്തിന്റെ ഉറക്കം നിമിത്തം ദൈവം ആഗ്രഹിക്കുന്ന പലതും നിങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുന്നില്ല. മാതാപിതാക്കളെ, നിങ്ങൾ ഉണരാത്തത് നിമിത്തം, ഹല്ലേലൂയ, നിങ്ങളുടെ ഉറക്കം നിമിത്തം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് പലതും ദൈവഹിതമായത് പലതും സംഭവിക്കുന്നില്ല. എന്നാൽ ദൈവഹിതമല്ലാത്തത് പലതും സംഭവിക്കുന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉറക്ക നിമിത്തം അറുപ്പാനും മുടിക്കാനും വരുന്നവൻ അകത്ത് കയറാൻ സ്പേസ് ഉണ്ടാകുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അരമുറുക്കുക, കോട്ട കാത്തുകൊള്ളുക, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുക. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യണം. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലുമൊക്കെ ഉണരുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ പ്രാർത്ഥിച്ചു, ദൂതനിറങ്ങി, വിലാപ്പുറത്ത് തട്ടി, ചങ്ങല വീണു. അരമുറുക്കാൻ പറഞ്ഞു, ചെരിപ്പിടാൻ പറഞ്ഞു. പത്രോസ് അനുസരിച്ചു. നിന്റെ പുതപ്പ് പുതച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. പിന്നാലെ ചെന്നു. അടുത്തത് വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വാതിലുകൾ തുറക്കപ്പെടുവാനിടയായി. വാതിലുകൾ തുറക്കപ്പെട്ടു. ഒന്നാമത്തെ വാതിലും രണ്ടാമത്തെ വാതിലും മൂന്നാമത്തെ വാതിലിനെ കുറിച്ച് പറയുന്നു. അത് സ്വതവേ തുറന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് സ്വതവേ തുറന്നു. ഒന്നാമത്തെ വാതില്, ഒന്നാം കാവലും, ഒന്നാം കാവലും രണ്ടാമത്തേത് കടന്ന് പട്ടണത്തിൽ ഇരുന്ന ഇരുമ്പ് വാതിൽ. ഒന്നാമത്തെ വാതിൽ, ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് ഇരുമ്പ് വാതിലെത്തിയപ്പോൾ അത് സ്വതവേ അത് തുറക്കുവാനിടയായി തീർന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടു. പത്രോസിന് സുബോധം വന്നിട്ട് പത്രോസിന് മനസ്സിലായൊരു കാര്യമുണ്ട്. കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു. ദൈവം ദൂതനെ അയച്ച് വിടുവിച്ചു. പത്രോസ് നേരെ എവിടോട്ടാ പോയെ? പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിനടുത്ത്, അല്ലെ? പ്രാർത്ഥിക്കുന്ന ആ കൂട്ടത്തിനടുക്കിലേക്ക് പത്രോസ് ചെന്നു. രോദ എന്ന ബാല്യക്കാരത്തെ വാതിൽ തുറക്കുന്നു. അവരെല്ലാവരും അറിയുന്നു. പത്രോസ് പറയുന്നു, യാക്കോബിനോടും മറ്റ് സഹോദരന്മാരോടും പറയണം, സ്തോത്രം, ഈ വിടുതലിന്റെ വാർത്ത. ഹല്ലേലൂയ. നിങ്ങൾക്കും പറയത്തക്കവണ്ണം വിടുതലിന്റെ വാർത്തകൾ ഉണ്ടാകും. പ്രാർത്ഥനയുടെ ആഴം വർദ്ധിക്കുമ്പോൾ എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയപ്പെടട്ടെ.
ലെറ്റ്സ് ഓൾ ക്ലോസ് അവർ ഐസ്. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവത്തിന് അടയപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്തു നിന്നും വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ നാളുകൾ ഉയർന്നിട്ടുണ്ട്. ഇനിയും വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ ഉയർന്നു വരും. പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ മനുഷ്യൻ കെട്ടിയ കെട്ടുകളും പിശാച് ബന്ധിച്ച ബന്ധനങ്ങളും സ്വർഗം അഴിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ആഴങ്ങൾ ഈ ദൈവസഭയിൽ നിന്ന് വെളിപ്പെടണമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഹല്ലേലൂയ ദൂത് പറയുകയാണ്. പ്രാർത്ഥനയുടെ ആഴങ്ങൾ വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴങ്ങളും വെളിപ്പെടും. അത് മുഖാന്തരമായി അനേക സാക്ഷ്യങ്ങൾ മുഴങ്ങുവാനിടയാകും. ദൈവിക വിടുതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഈ ദൈവസഭയ്ക്കകത്ത് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ വെളിപ്പെടത്തക്കവണ്ണം പ്രാർത്ഥനയുടെ ആഴങ്ങൾ വർദ്ധിക്കട്ടെ. സഭ ശ്രദ്ധയോടെ, വെറുതെ പ്രാർത്ഥിക്കുകയല്ല, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ ലേഖനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, ആമേൻ, നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ മുഴങ്ങട്ടെ. അത് വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. നമ്മിൽ മാത്രമല്ല, നമ്മുടെ തലമുറകളിലും നമ്മുടെ സഭയിലും ആ വിടുതലിൻ്റെ ശബ്ദങ്ങൾ മുഴങ്ങും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് ഈ ദൂതുകളെ നമുക്ക് ഒരിക്കൽ കൂടെ ഏറ്റെടുത്ത് ഈ ദൂതുകളുടെ മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മടങ്ങി വരവിനുള്ള, ഉറക്കത്തിൽ നിന്ന്, മയക്കത്തിൽ നിന്ന്, അലസതയിൽ നിന്ന് ഒരു മടങ്ങി വരവിനുള്ള ആഹ്വാനമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലിൽ നമുക്ക് തന്നത്. അതിനെ അതുപോലെ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവേ, എൻ്റെ ആത്മീക ജീവിതത്തിൽ ഞാൻ മയങ്ങി ഉറങ്ങി അലസനായിരിക്കുന്നു. കർത്താവെ, മടങ്ങി വരുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടും സടകുടഞ്ഞ് എഴുന്നേൽപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഉപവസിക്കുന്ന, ഹല്ലേലൂയ, ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന, ദൈവമായി സംസാരിക്കുന്ന അനുഭവങ്ങൾ അന്യം നിന്ന് പോയെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന, ഹല്ലേലൂയ, നമ്മെ ഉണർത്തുന്നതാകട്ടെ. കർത്താവേ, അങ്ങയുടെ ആലോചന സഭയോട് അറിയിച്ചതിനായി സ്തോത്രം. മാറ്റമില്ലാത്ത അങ്ങയുടെ വചനത്തെ അതുപോലെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവമേ, ഹല്ലേലൂയ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതുപോലെ പല വിഷയങ്ങൾ കാണുമ്പോൾ മയങ്ങി അലസരായി, ഹല്ലേലൂയ, 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 നമ്മുടെ സമയത്തെ വൃഥാവായി കളയാതെ പ്രാർത്ഥനയിൽ കൈകോർപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, പല വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മുട്ടിൽമേൽ നിന്ന് കരയുവാൻ ദൈവം സഭയെ അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മാറ്റമില്ലാത്ത അങ്ങയുടെ ദൂതറിയിപ്പാൻ കർത്താവിൻ്റെ ദാസനെ ബലപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ പിന്നെയും നിറയ്ക്കണമേ. യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ശുശ്രൂഷകൾ ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവം മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷകളിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ദൈവം അയക്കണമേ. സഭകളിൽ ഇനിയും വ്യാപ്തിയും വിസ്തൃതിയും ദൈവം കൊടുക്കണമേ. ദൈവം അവിടുന്ന് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്നവരെ ദൈവം പൂർണ്ണമായി, നിശ്ചയമായി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ദൈവമേ, പ്രത്യേകിച്ച് ദൈവദാസൻ കടന്നു വരുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്ന കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, കുടുംബത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കണം. ദൈവമേ, പ്രത്യേകിച്ച് കടന്നു വന്ന ഏഞ്ചൽ മുൾക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. നമ്മുടെ സഭയിലെ മറ്റ് സഹോദരങ്ങൾക്കായി സ്തോത്രം. ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കിയതിനായി സ്തോത്രം. അങ്ങയുടെ അതിവേഗമോടുന്ന വചനമയച്ച് ദൈവം മനസ്സുകളെ സാന്ത്വനപ്പെടുത്തിയതിനാൽ നന്ദി പറയുന്നു. വിദേശങ്ങളിലും ദൈവം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, കുടുംബങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകലരെയും അങ്ങയുടെ കൃപയ്ക്കുള്ളിൽ മറയ്ക്കും. അങ്ങയുടെ വരവ് താമസിച്ചാൽ നമ്മൾ ഒരുമിച്ച് ദൈവമേ വീണ്ടും കടന്നു വരുവാൻ, അങ്ങയെ സ്തുതിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ തരും. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ ലോകം മുഴുവൻ സകല വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ചെയ്യുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ യേശുവേ, വേഗം വരണമേ. കടന്നു വന്ന എല്ലാ ദൈവങ്ങളോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിന്റെ ആലോചന അറിയിച്ച ദൈവദാസനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.